ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ജേണി വീൽസ്. ഇന്ന് നമ്മളുള്ളത് പനോലി യൂസ്ഡ് കാസിൻ്റെ 2 വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഇന്നോവയാണ്, ഒരു റീ രജിസ്റ്റേർഡ് ഇന്നോവയാണിത്. 2014 മോഡലാണ്. 2014 മോഡലിൽ 1,36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. കാരണം ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് കാണിച്ചുതരാം, ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് വീഡിയോ ഉണ്ട്. സോ ഇത് നല്ല വൃത്തിയുള്ളൊരു 2014 മോഡൽ ഇന്നോവയാണ്. ഇതിന് ഫാൻസി നമ്പർ ആക്കിയിട്ടുണ്ട് 3979. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു ജി വേരിയൻ്റ് ആണ്. ജി വേരിയൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള കട്ട വരുന്ന ടയേഴ്സാണ്, നമുക്ക് ബ്രിഡ്സ്റ്റോണിൻ്റെ ടയേഴ്സാണ് വരുന്നത്. ഓവറോൾ സൈഡ് പാനൽസ് ആയാലും ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ നോക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പിന്നെ ഇന്നോടെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് ലുക്കിംഗ് കാർ. 2014 മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇയർ ബാക്ക് അല്ല. പിന്നെ വണ്ടി നോക്കുമ്പോൾ ഒരു ഇന്നോവ നല്ല പ്ലസൻറ്റ് ടു ദൈസാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഇന്നോവ. പിന്നെ ഓടിക്കാൻ നല്ല രസമാണ്. ഈ 2.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ അത്യാവശ്യം നല്ല പവറും അത്യാവശ്യം നല്ല മൈലേജും തരുന്നൊരു വണ്ടിയാണ്. സോ നിങ്ങളൊരു ഫാമിലി ആയിട്ട് നോക്കുന്ന ഒരാൾക്ക് എത്രയും നല്ലൊരു വണ്ടിയാണ് ഈ ഒരു യൂസ്ഡ് ഇന്നോവ. നമ്മളത് ടൈപ്പ് 4 വരുന്ന വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലൊക്കെ സ്കേർട്ടിങ്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഫോഗ് ലാംപ്സ് ചെയ്തിട്ടുണ്ട്. ജി ആയതുകൊണ്ടാണ് അലോയ് വീൽസ് വരാത്തത്. പക്ഷേ നമുക്ക് അലോയ് വീൽസൊക്കെ കയറ്റുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളില്ല. പിന്നെ ഈ വിങ് മിററിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു എക്സ്ട്രാ ആയിട്ട് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്ന സിസ്റ്റം വരുന്നുണ്ട് സോണിയുടെ. ബാക്കിൽ ക്യാപ്റ്റൻ സീറ്റാണ്. ക്യാപ്റ്റൻ സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫാമിലിക്ക് പോകാൻ സാധിക്കും. മൊത്തം 7 ആൾക്ക് ഇരിക്കാൻ പറ്റുമല്ലോ ഇന്നോവയുടെ കാര്യം നമുക്ക് അറിയാമല്ലോ, 7 ആൾക്ക് ഇരിക്കാൻ പറ്റും. സോ ഈ ഒരു കളറും നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ള ഗ്രേ കളറാണ്. സോ ഹൗ ഡസ് ദിസ് ഫീൽ ടു ഡ്രൈവ്? ഇത് വണ്ടി ഓടിക്കുക ഞാൻ പറഞ്ഞുതരാം. 9 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു മോഡലിനെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പനോലി കാസ് തന്നെ വരണം. കാരണം ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഈ ഒരു വണ്ടി ഞാൻ ഇപ്പോൾ ഓടിച്ചതാണ്. നല്ല രീതിയിലുള്ളൊരു മെക്കാനിക്കലായിട്ടും ഇൻറ്റീരിയേഴ്സ് ആയാലും ഇതിൻ്റെ മൊത്തം ബോഡി ക്വാളിറ്റി ആയാലും ദിസ് ഇസ് ടോപ്പ് നോച്ച്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഇന്നോവ, നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇന്നോവ നോക്കുകയാണെങ്കിൽ ഡോണ്ട് ലുക്ക് എൽസ്വെയർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 7 ആൾക്ക് ഇരുന്ന് പോകണമെങ്കിലും അത്യാവശ്യം ലഗേജ് സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വണ്ടി കൂടിയാണ് ഇന്നോവ. ഇൻറ്റീരിയേഴ്സും കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. 9 ലക്ഷം രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു വണ്ടിയാണ് 9 ലക്ഷം രൂപയ്ക്ക് കിട്ടുള്ളൂ. സോ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 9 ലക്ഷത്തിന് ഒരു ഇന്നോവ നല്ല വണ്ടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു വണ്ടി തന്നെയാണിത്. ഈ ഒരു അത്യാവശ്യം വലിയ സൈസുള്ള ആൾക്കാർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ സാധിക്കുന്ന ഒരു വണ്ടിയാണ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ ഹൈറ്റ് 6 feet and 1 inch ആണ്. ഈ ഒരു ഹൈറ്റുള്ള എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പല രീതിയിൽ വണ്ടികൾ റിവ്യൂ ചെയ്യുന്നതാണ്. എനിക്ക് ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ, ഞാൻ പേഴ്സണലി ഇന്നോവ ക്രിസ്റ്റ യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇന്നോവ ക്രിസ്റ്റ 3-4 വർഷം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും വണ്ടി ഓടിക്കാൻ അതുപോലെ യാത്രാ കംഫർട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമ്മുടെ ഇന്നോവയിലാണ്. കാരണം എന്താ അറിയോ, ഈ ഒരു ഇന്നോവയുടെ ഒരു റൈഡ് ക്വാളിറ്റിയും ആ ഒരു കംഫർട്ടും ക്രിസ്റ്റയ്ക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര തോന്നിയിട്ടില്ല. ഞാൻ 2 വണ്ടി ഞാൻ ഏകദേശം 5-6 വർഷം നമ്മുടെ പഴയ ഇന്നോവ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രിസ്റ്റയിലേക്ക് മാറിയത്. പക്ഷേ എനിക്ക് എപ്പോഴും പഴയ ഇന്നോവയോടാണ് കുറച്ചുകൂടി ഒരു താല്പര്യം. ക്രിസ്റ്റയുടെ അത്ര പെർഫോമൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഇന്നോവയിൽ കിട്ടുന്നില്ലെങ്കിലും മൊത്തത്തിലൊരു ഡ്രൈവിംഗ് പ്ലഷറും അതുപോലെ കംഫർട്ടും ആ ഒരു മൊത്തത്തിലുള്ളൊരു എന്താ പറയുക, ആ ഒരു നമുക്കൊരു നല്ലൊരു ഗുഡ് കാർ ഫീൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഇന്നോവയിലാണ് ഫീൽ ചെയ്യുന്നത്. സോ നമുക്കിനി ബാക്കി വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. ഇതാണ് നമ്മുടെ ഇന്നോവയുടെ എഞ്ചിൻ ബേ വരുന്നത്. 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 102 PS ഓഫ് പവർ ആൻഡ് 200 Nm ഓഫ് ടോർക്കാണ്. ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി ഓടിക്കും പറഞ്ഞില്ല. 1,36,000 കിലോമീറ്റർ ഓടിയെങ്കിലും ഇതിപ്പോഴും സത്യം പറഞ്ഞാൽ പുതിയ വണ്ടി പോകുന്നുണ്ട്. കാരണം ഇന്നോവയുടെ ടൊയോട്ടയുടെ ഒരു ബെനിഫിറ്റും ടൊയോട്ടയുടെ ആ ഒരു എന്താ പറയുക റിലയബിലിറ്റിയും ഇത്രമാത്രം ഫേമസ് ആവാൻ കാരണം ഒരു കാർ ഇന്നോവയാണ്. കാരണം എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഒരു കുഴപ്പമില്ലാതെ പിന്നെയും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇന്നോവ. നമുക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ വണ്ടികളുണ്ട്. 8 ലക്ഷം 10 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസും അതുപോലെ തന്നെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയി പോവുകയാണെങ്കിൽ ഒന്നും നോക്കാതെ കുറേ ലക്ഷം കിലോമീറ്റർ ധൈര്യമായിട്ട് ഓടാൻ സാധിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ പഴയ ഇന്നോവ. 2014 മോഡൽ ഞാൻ പറഞ്ഞല്ലോ. 9 ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. നമുക്കിനി ബാക്കി ഇതിൻ്റെ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നല്ല നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പറയാം. നമ്മളിപ്പോൾ 2014 മോഡൽ ഞാനിപ്പോൾ പറഞ്ഞ ഇന്നോവയാണ് ഓടിക്കുന്നത്. 1,36,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞില്ലേ. ബട്ട് മക്കാൻ, ഞാൻ കുറേ കാലം നോർത്ത് ഇന്ത്യയിലുള്ളതുകൊണ്ട് എനിക്ക് കുറേ ഹിന്ദി വേർഡ്സ് വരും. മക്കാൻ എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്ത്, വളരെ സ്മൂത്താണ് കേട്ടോ വണ്ടി. സത്യം പറഞ്ഞാൽ ഇന്നോവ ഓടിക്കാൻ നല്ല രസമാണ്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇന്നോവ ഒന്നുകൂടി ഓടിക്കുന്നത്. ആൻഡ് ഇറ്റ് ഫീൽസ് വെരി വെരി ഗുഡ്. ഒന്നാമത് നമ്മൾ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് തന്നെ റോഡ് വിസിബിലിറ്റി ഈസ് വെരി ഗുഡ്. ആൻഡ് പവറിൻ്റെ കാര്യം പറയുമ്പോൾ 4th 40 ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാല് കൊടുത്തതിന് കണ്ടോ എന്ത് സുഖമായിട്ടാണ് വലിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഗിയർ മാറ്റി പോകാൻ സാധിക്കുന്നുണ്ട്.
പിന്നെ നല്ല പൊളിയുന്നുണ്ട് വണ്ടി. 100 HP ഉള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര വലിയ വണ്ടിക്ക് 100 HP. ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചാൽ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇന്നോവ ഓടിക്കുന്നതുകൊണ്ട് ഇന്നോവ എന്ത് വലിയ പവറുള്ളത്, ഇത്ര ഒരു സംഭവമുള്ളതെന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്നോവ ഫീൽസ് വെരി ഗുഡ് ടു ഡ്രൈവ്. പിന്നെ ഈ ഒരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ 9 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2014 മോഡലാണ്. നമ്മുടെ പനോലി കാസ് ചുങ്കത്തറയിലാണുള്ളത്. ഓർ വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഒരു ഒറ്റ നോട്ടത്തിൽ വണ്ടിക്ക് ഓടിക്കുമ്പോൾ ഇല്ല കേട്ടോ. നമുക്ക് ഏത് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കണമല്ലോ. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ കംപ്ലൈൻറ്റും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള മെക്കാനിക്കൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ക്വാളിറ്റി, ബോഡി ക്വാളിറ്റി എല്ലാം ഉള്ളൊരു വണ്ടിയാണ്. ഇന്നോടെ വേറെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിയർ വീൽ ഡ്രൈവ് വണ്ടി ഓടിക്കുന്ന സുഖം. വണ്ടി ഇന്നോവ റിയർ വീൽ ഡ്രൈവ് ആണ്. റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ നിന്ന് ഒരു പുഷാണ് വരുന്നത്. സാധാരണ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടി നമ്മൾ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇത് നമ്മളെ പുഷ് ബാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ വണ്ടി യൂട്ടേൺ ഒക്കെ എടുക്കുമ്പോൾ കാണിച്ചു തരാം. പക്ഷേ ഇതൊരു വലിയ വണ്ടിയാണെങ്കിലും സത്യം പറഞ്ഞാൽ ഇന്നോവ ഓടിക്കാൻ ഒരു ചെറിയ വണ്ടിയുടെ ലാഘവത്തോടെ നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് കാണിച്ചു തരാം. സ്റ്റിയറിംഗ് ഒക്കെ നമ്മുടെ ചെറിയ വണ്ടിയുടെ പോലത്തെ അത്ര ലൈറ്റ് അല്ല, കുറച്ച് ഹാർഡാണ്. എങ്കിൽ പോലും ഒന്ന് ഓടിച്ച് റെഡിയായി കഴിഞ്ഞാൽ ഇന്നോവേനെ വളരെ സുന്ദരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. നിർത്തി തിരിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ക്ലച്ച് എടുക്കുമ്പോൾ വണ്ടി ശരിക്കും പറഞ്ഞാൽ ചാടുകയാണ്. അങ്ങനെ ഓഫാകാൻ പോണ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ നിർത്തിയെടുക്കുമ്പോഴൊക്കെ സെക്കൻഡിൽ തന്നെ സുഖമായിട്ട് എടുക്കാം. ഫസ്റ്റിൽ ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് ഷോർട്ട് ഗിയറിംഗ് ആണ്. ഷോർട്ട് ഗിയറിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഗിയർ മാറ്റിപ്പോകും. ഇപ്പോൾ 20 ആകുമ്പോഴേക്കും തേർഡ്, 40 ആകുമ്പോഴേക്കും ഫോർത്ത്, ഒരു 50-55 ആകുമ്പോഴേക്കും ഫിഫ്ത്ത്, ഇങ്ങനെ മാറ്റി പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു എഫേർട്ട്ലെസ് ആയിട്ട് ഓടിക്കാൻ സാധിക്കും. ഇതിൻ്റെ പവർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ 100 HP 200 Nm ടോർക്കാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കത് ഓൺ റോഡ് ഇത് ഭയങ്കരമായിട്ട് ത്രില്ലിങ് പെർഫോമൻസ് അല്ല, പക്ഷേ ഒരു എഫേർട്ട്ലെസ് കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മിഡ് റേഞ്ച് ഫുള്ള് വരെ നല്ല സ്ട്രോങ് ആണ്. ടോപ്പ് എൻഡ് ഇല്ല, കാരണം ഡീസൽ വണ്ടിയാണ്, ഒരു ബിഗ് ഡീസലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇനീഷ്യലും മിഡും നല്ല റെസ്പോൺസീവ് ആണ്. പിന്നെ നമുക്കിത് ഓടിക്കുന്ന ക്യാരക്ടർ എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഗിയർ മാറ്റി പോയിട്ട് ഒരു ഫിഫ്ത്തിലിട്ട് നല്ല സുന്ദരമായിട്ട് 60-80 ക്രൂയിസ് ചെയ്യുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ദിസ് ഫീൽസ് വെരി വെരി ഗുഡ് ടു ഡ്രൈവ്. അപ്പോൾ ഈ ഒരു ഡീസൽ ഇന്നോവ നിങ്ങൾ നോക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പനോലി കാസ് ചുങ്കത്തറയാണിത് വണ്ടിയുള്ളത്. സോ ഇഫ് യു ലുക്കിംഗ് ഫോർ 2014 മോഡൽ, അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തൊരു 2.5 ലിറ്റർ ഡീസൽ മാനുവൽ ഇന്നോവയാണിത്. സോ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഇത് റീ രജിസ്റ്റേർഡ് വണ്ടിയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ KL രജിസ്ട്രേഷൻ ആക്കിയിട്ട് KL 71 ആണ്. നമ്മുടെ നിലമ്പൂർ രജിസ്ട്രേഷനാണ്. ഫാൻസി നമ്പറാണ്. 3979 ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത്. സോ ഇഫ് യു ലുക്കിംഗ് ഫോർ ഗുഡ് ഇന്നോവ, തന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.